തുള്ളിച്ചാടുന്നത് എന്താണെന്നല്ലേ, ഞാൻ ഒരു കുട്ടി പായസം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ശർക്കര ഉരുക്കാൻ വെക്കാട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ കടലപ്പരിപ്പ് കൊണ്ടാണ് പായസം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ശർക്കര ഉരുക്കാൻ വെച്ചതിന് ശേഷം തേങ്ങ ഉടച്ച് തേങ്ങാപ്പാൽ എടുക്കാട്ടോ ആദ്യം തന്നെ. അപ്പോൾ നമുക്കിവിടെ തേങ്ങ ഉടച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ വെള്ളം കുടിക്കാനായിട്ട് കുറേ പേരുണ്ട് കേട്ടോ. ആദ്യം തന്നെ ഞാൻ ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കും. പക്ഷേ ഈ തേങ്ങ വെള്ളം കുടിച്ചപ്പോഴേ ആകെ എന്താ ഒരു വല്ലാത്തൊരു പുളിപ്പും. തേങ്ങ പക്ഷെ ചീത്തയായിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ തേങ്ങ ചിരണ്ടി എടുത്തു. എന്നിട്ട് അതിൻ്റെ തലപ്പാൽ ആദ്യം മാറ്റി വെച്ചു. എന്ന് വെച്ചാൽ ഒന്നാം പാലും മാറ്റി വെച്ചു, പിന്നെ രണ്ടാം പാലും മാറ്റി വെച്ചു, പിന്നെ മൂന്നാം പാലും നാലാം പാലും എല്ലാം കൂടി ഒന്നിച്ചെടുത്തിട്ട് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പിലെ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കി എടുത്തു കേട്ടോ. ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഈ മൂന്നാം പാലും നാലാം പാലും കൂടി ആ പാലുകളെല്ലാം കൂടി ഈ പരിപ്പിലേക്ക് ഇട്ടിട്ട് ഒരു 5-6 വിസിലെടുത്തു. കടലപ്പരിപ്പ് ആയതുകൊണ്ട് നല്ല വേവുണ്ടായിരുന്നു. അപ്പോൾ 6 വിസിലെടുത്തപ്പോഴേക്കും പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതൊന്നും നല്ലപോലെ ഉടച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന രണ്ടാം പാലും ഒഴിച്ചു കൊടുത്തു. പിന്നെ ശർക്കരപ്പാനിയും കൂടി അരിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്കിതൊന്ന് നല്ലപോലെ വറ്റിച്ചെടുക്കാം. കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അങ്ങ് കുറുക്കി വരട്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നട്ട്സും കൂടി വറുത്ത് നമ്മുടെ കടലപ്പരിപ്പ് പ്രഥമനിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 5-6 പപ്പടവും കൂടി കാച്ചിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കടലപ്പരിപ്പ് പ്രഥമനും പപ്പടവും എല്ലാം കൂടി വിളമ്പിയെടുത്തു. എനിക്കും മോനും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കുന്നുണ്ട്. മോൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസം ഉണ്ടല്ലോ നല്ല മധുരമായിരുന്നു. എനിക്ക് പണ്ടേ മധുരം ഇഷ്ടമാണ്, അതുകൊണ്ട് മധുരം കുറച്ച് കൂട്ടി ഇട്ടതാണ് കേട്ടോ. കടലപ്പരിപ്പ് പായസം സൂപ്പറായിരുന്നു. ഇത് ഇന്നത്തെ വീഡിയോ അല്ല, വിജയദശമിയുടെ അന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. അന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം കേട്ടോ. ബായ്.